ആരോട് എന്തു പറഞ്ഞാലും കാർബ് കുറയ്ക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണ്. ഞങ്ങളെപ്പോഴും പറയും, ഡയബറ്റീസ് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു എന്നങ്ങോട്ട് വിചാരിച്ചോളൂ. കേരളത്തിൽ ഇത്തരം ആൾക്കാരുടെ സംഖ്യ വളരെ കൂടുതൽ. ഇതിൻ്റെ കാരണം കാരണം നമ്മുടെ ഒരു ആവറേജ് HbA1c പ്രീ ഡയബറ്റിക് റേഞ്ചിലാണ്. ഒരു ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തി ഒരു ഹാർട്ടിന് പ്രശ്നമുണ്ടെങ്കിൽ ബ്രെയിനിലും ഉണ്ട്, ഞരമ്പിലും ഉണ്ട്, കണ്ണിലും ഉണ്ട്, കിഡ്നിയിലും ഉണ്ട്. അതിൻ്റെ എക്സ്പ്രഷനിൽ മാത്രമേ വ്യത്യാസം. സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള, സ്ട്രോക്ക് വരാതിരിക്കാൻ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിശോധനകളുണ്ടോ? അത് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പുണ്ടോ? ഞാൻ രണ്ടാമതൊരു കാര്യം പറയാൻ പറ്റും, ഇൻ്റർവെൻഷൻ്റെ വിൻഡോ പീരീഡാണ്. ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞ വിൻഡോ പീരീഡ് നമുക്ക് ആൻറ്റിയർ സർക്കുലേഷൻ 8 മണിക്കൂറുണ്ട്. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും നമ്മളൊരു ഇത് ചെയ്തു, ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മളിത് കണ്ടു, ലൈസ് ചെയ്തു, അവർക്കപ്പോൾ ഒരു കട്ട് ഓഫ് ഉണ്ട്, അവർക്ക് അവിടെ സൗകര്യമില്ല. ഉടനെ നമുക്ക് ഏറ്റവും അടുത്തുള്ള സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. 8 മണിക്കൂർ വരെ വിൻഡോ ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ സ്ട്രോക്കും കാര്യങ്ങളൊന്നും വന്നില്ല, മേജർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീജിയർ ചെയ്യാം. പോസ്റ്റീരിയർ സർക്കുലേഷൻ ആണെങ്കിൽ, പുറകിലാണെങ്കിൽ ഉദ്ദേശം 24 hours വരെ നമുക്ക് വിൻഡോ ഉണ്ട്, പ്രൊവൈഡഡ് ഈ ബ്രെയിനിൽ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല എന്നുള്ളത്. പിന്നെ ഈ ചോദ്യം മുൻകൂട്ടി മനസ്സിലാക്കുക. അതിൽ നമുക്കുള്ള ട്രാൻസിയൻ്റ് ഇസ്കെമിക് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതൊരു വാണിംഗ് ആണ്. ഇടയ്ക്ക് നമുക്കൊന്നില്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒരു കണ്ണ് വാങ്ങുക, അല്ലെങ്കിൽ ചെറിയൊരു മരവിപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു തലകറക്കം വരിക, അല്ലെങ്കിൽ കാലിനോ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ഉണ്ടാവുന്ന ഒരു വാണിംഗ്, അതാണ് ഒരു വാണിംഗ് എന്ന് പറയുന്നത്. ആ വാണിംഗ് TI എന്ന് പറയും. ചെറുതായിട്ടൊരു വീക്ക്നെസ് വന്നങ്ങ് മാറി ഒരു 30 minutes അല്ലെങ്കിൽ 40 minutes കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്തു. അതൊരു വലിയ വാണിംഗ് ആണ്. കാരണം അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എവിടെയോ വാസ്കുലർ സിസ്റ്റത്തിൽ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. ഒന്നില്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഇടിപ്പിന് വ്യത്യാസം ഉണ്ടാവാം, ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാവാം. അവിടെ നിന്നൊരു ചെറിയ ഘട്ടം മുകളിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു വാണിംഗ് തന്നിരിക്കുന്നതാണ്, അത് ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ അതാണ് അപ്പോൾ TI ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നുള്ളതാണ് നിയമം. രണ്ടാമത്തത് നമ്മൾ ആ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് സ്ട്രോക്ക്, നമ്മൾ ആദ്യം സൂചിപ്പിച്ച മാതിരി ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ് ആണ് ഏറ്റവും വലിയ സാധനം. കാരണം ഡയബറ്റിസ് ബ്ലഡ് വെസൽസിനെ ബാധിക്കും, ക്ലോട്ട് ഉണ്ടാക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു കാര്യം. ഹൈപ്പർ ടെൻഷൻ കൂടുതലും സ്മോൾ വെസൽ ചെറിയ ഇതേ ഉണ്ടാക്കുകയുള്ളൂ, മെയിൻലി ബ്ലീഡിങ് ആണ് വരിക. പക്ഷേ ഡയബറ്റീസ് ഒരു മേജർ സ്ട്രോക്ക് ഉണ്ടാക്കും. കേരളത്തിൽ ഇത്തരം ആൾക്കാരുടെ സംഖ്യ വളരെ കൂടുതലാണ്. കാരണം ഡയബറ്റിക് പേഷ്യൻസ് കൂടുതലാണ്. അതിൻ്റെ കാരണം കാരണം നമ്മുടെ ഒരു ആവറേജ് HbA1c പ്രീ ഡയബറ്റിക് റേഞ്ചിലാണ്. ആരുടെ എടുത്താലും പ്രീ ഡയബറ്റിക് ആണ്. അത് കുറേ ജനറ്റിക് കാരണങ്ങളുണ്ടാവാം. നമുക്ക് വൃത്തിയായിട്ട് അതിനൊരു സ്റ്റഡി നടന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിൻ്റെ സിറ്റുവേഷനിൽ കണ്ടമാനം പ്രീ ഡയബറ്റിക്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പ്രീ ഡയബറ്റിക്സ് ആരോട് എന്തു പറഞ്ഞാലും കാർബ് കുറയ്ക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണ് ആൾക്കാർക്ക്. എനിക്കിന്നും മനസ്സിലാവാത്തൊരു കാര്യം, നമുക്കൊരു പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് ജീവിക്കണം. അതായത് ഞാനെപ്പോഴും ഇതിനകത്ത് കാണുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ കാർഷിക വൃത്തി ഒരു ഉപാധി, ജീവനോപാധിയായിരുന്ന കാലഘട്ടത്തിൽ, അതായത് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വാഹനങ്ങളില്ല ഇത്ര അധികം. നമുക്കിപ്പോൾ അങ്ങനെ എല്ലാവരും കാറും ബൈക്കും ഒന്നും ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. വളരെ കുറച്ച് പേര് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബാങ്ക് ഓഫീസേഴ്സോ അല്ലെങ്കിൽ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോ, അങ്ങനെ അല്ലാത്തവർക്കൊന്നും പ്രത്യേകിച്ച് വാഹനമൊന്നുമില്ല. ഇപ്പോൾ മിക്കവാറും എല്ലാ കാര്യത്തിനും നമ്മൾ നടക്കുക അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനെയാണ്, സൈക്കിള്. അപ്പം നമുക്കെപ്പോഴും നല്ല എക്സസൈസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തുമാത്രം കാർബ് കഴിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ 3 നേരം നല്ലോണം അങ്ങ് ഭക്ഷിക്കും, പക്ഷെ നമുക്ക് വ്യായാമമില്ല. ഇപ്പോൾ നമുക്കെപ്പോഴും ഓരോരുത്തരുടെ വയറ് ചാടിയിരിക്കുന്നു. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവരോട് പറയണം എന്താണെന്ന് വെച്ചാൽ, ഡോക്ടറെ ഞാൻ ഇറച്ചി, മീൻ ഇതൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഞാൻ ചോദിക്കും പിന്നെന്താ കഴിക്കണേ? കിഴങ്ങുവർഗ്ഗങ്ങൾ, കപ്പ കഴിക്കും, നല്ലോണം ചോറ് കഴിക്കും, ബാക്കി എന്ത് കിട്ടിയാലും ദോശ ഇഡ്ഡലിയൊക്കെ എന്തായാലും കഴിക്കും. നിങ്ങളുടെ ഇത് കൂടാനുള്ള ഏറ്റവും വലിയ കാരണം ഇതാണ്, ചോറ് ഒഴിവാക്കിയുള്ള പരിപാടിയില്ല. അപ്പോൾ അരിഭക്ഷണത്തിനല്ല പ്രശ്നം. അരിഭക്ഷണത്തിൻ്റെ പ്രശ്നം ആ പോളിഷ്ഡ് റൈസിൻ്റെ കോൺസെപ്റ്റാണ് നമ്മുടെ ബുദ്ധിമുട്ട്. ഞാനെപ്പോഴും പിതാവ് പറഞ്ഞിരിക്കുന്ന, അദ്ദേഹം അച്ഛൻ നമ്മളോട് ഈ നെല്ല് കുത്താനായിട്ട് കൂടെ പോകുന്ന ഞാനായിരുന്നു പണിക്കാരോട്. അപ്പോൾ എന്നോട് അദ്ദേഹം പറയും, തവിട് അധികം കളയണ്ടെന്ന് പറഞ്ഞേക്കാൻ പറയും. എന്ന് വെച്ചാൽ ഈ നെല്ല് കുത്തുമ്പോൾ അവർക്ക് ആ മെഷീൻ മാറ്റിയിട്ട്
തവിട് അധികം കളയണ്ട, തവിട് കൂടെ വേണം. ആ, അപ്പോൾ ഈ ജ്ഞാനം നമുക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ. ഒരു ഹോൾസമായിട്ട് ഉപയോഗിക്കുക. അതെ അതെ അതെ. നമ്മൾ ഈ പോളിഷിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഫൈബർ കുറഞ്ഞത്. കാരണം ഫൈബർ ചെല്ലുന്തോറും ഗ്ലൂക്കോസ് അബ്സോർപ്ഷനും കുറയ്ക്കും. ഉം. അപ്പോൾ ഇങ്ങനെ ഒരു മെക്കാനിസമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒബീസിറ്റി ഇതിൻ്റെയൊക്കെ കാരണം അടിസ്ഥാനപരമായി നമ്മുടെ അപ്പോൾ ഡയബറ്റീസ് ആണ് ഏറ്റവും മുഖ്യം. പ്രധാനം. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ എപ്പോഴും ഇത് പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പോൾ ഞങ്ങളെപ്പോഴും പറയും, ഡയബറ്റീസ് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു എന്നങ്ങോട്ട് വിചാരിച്ചോളുക. ഉം, ഉം. അത്രയും സീരിയസ് ആയിട്ട് അതിനെ കാണണം, വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണം, എന്നാൽ മാത്രമേ കാര്യങ്ങൾക്ക് ഒരു ഡയബറ്റീസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മരുന്ന് കഴിക്കാൻ തയ്യാറാണെങ്കിൽ ഈ കഴിച്ച് എത്ര ലെവലിൽ നിർത്തണം? അതിപ്പോൾ ഇതിന് ഓരോ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഫാസ്റ്റിംഗ് 120യും ഫാസ്റ്റിംഗ് പോസ്റ്റ് പ്രാൻഡിയൽ 200 താഴെയാണ്. അതിൻ്റെ HbA1c അറൗണ്ട് അണ്ടർ 7 മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഒരു ഗൈഡ് ലൈൻ. അപ്പോൾ അത് പ്രധാനമായും നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അതെ. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ഏറ്റവും വലിയ കാര്യം ഡയറ്റ് നോക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു പായസം കഴിച്ചിട്ട് പുറകെ 2 മെറ്റ്ഫോമിൻ കഴിക്കുക എന്നുള്ളതല്ല നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ എപ്പോഴും നമുക്കൊരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ്, ഇപ്പോൾ മില്ലറ്റ്സിന് നല്ലൊരു ഓപ്ഷനാണ്. കാരണം മില്ലറ്റ്സിൽ ഹൈ ഫൈബറാണ്, ലോ കാർബ്, ഹൈ ഫൈബർ, ഹൈ പ്രോട്ടീൻ, കാൽഷ്യം, അതാണ് മില്ലറ്റിൻ്റെ പ്രധാനം. പിന്നെ പ്രത്യേകിച്ചൊന്നും വിശക്കുമില്ല. ഇപ്പോൾ റാഗിയൊക്കെ കഴിക്കാമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വിശപ്പൊന്നും ഉണ്ടാവില്ല കുറേ നേരത്തേക്ക്. അപ്പം നമ്മൾ ഈ ഡയബറ്റിക് ഉള്ളവർ ആ ഡയറ്റ് ഒന്ന് ട്വീക്ക് ചെയ്താൽ മതി. ശരിക്കും അത്യാവശ്യം ചെറുതായിട്ട് കുറേ ഫൈബർ ഉള്ള സാധനങ്ങൾ ഉൾക്കൊള്ളിക്കുക. അല്ല, ചോറ് കഴിക്കണതിന് തെറ്റൊന്നുമില്ല. ഞാൻ ചോറ് കഴിക്കാറില്ല, ഞാൻ ചപ്പാത്തി കഴിക്കും. അപ്പോൾ ചപ്പാത്തി എത്ര എണ്ണം കഴിക്കും? ഒരു 4-5 എണ്ണം കഴിക്കും. ഞാൻ പറഞ്ഞ ചപ്പാത്തി കഴിക്കണതിൻ്റെ ഉദ്ദേശം ഒരു ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ. അല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതെ അതെ. ഒരു ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ 2 ചപ്പാത്തി കഴിച്ചു, ഒരു എണ്ണമുണ്ട്. ചോറിന് നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് വാരിയിടുകയാണ് ഇങ്ങോട്ട്. അതെ അതെ അതെ, ശരി. അപ്പോൾ ആ ഒരു കാര്യത്തിന് മാത്രമേ ചപ്പാത്തി ഉള്ളൂ. എല്ലാത്തിനും നിയമം വേണം. ഇപ്പോൾ ഉഴുന്ന് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളൊരു സാധനമാണ്. ഇപ്പോൾ ദോശയിലും ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഉഴുന്ന് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്, പെട്ടെന്ന് അകത്ത് കയറും. മാമ്പഴം ഭയങ്കരമായിട്ട് ഹൈ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഷുഗർ താളം തെറ്റി വന്നിരിക്കുന്ന എല്ലാവരും മാമ്പഴമാണ്. മാങ്ങ സീസൺ കഴിഞ്ഞുള്ളൂ. എല്ലാത്തിൻ്റെ HbA1c 8ൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ സ്ക്രീനിങ് എന്ന് പറയുന്നതിൽ ഹയർ സ്ക്രീനിങ് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ BP കൺട്രോൾ ചെയ്യുക, പുകവലി ഉപേക്ഷിക്കുക, ഇതുപോലെയുള്ള അപ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാരെ എപ്പോഴും നമ്മൾ വാസ്കുലർ സ്റ്റഡിയിലേക്ക് പോകണം. നമ്മളൊരു ഹാർട്ടിൻ്റെ എക്കോ കാർഡിയോഗ്രാമും ഒരു 72 hour ഹോൾട്ടർ ഇടിപ്പ് ഇത് നോക്കുക. പിന്നെ നമ്മൾ ഈ കരോട്ടിഡ് ഡോപ്ലർ എങ്കിലും, കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകളാണ്. ഇപ്പോൾ ഡയബറ്റിക്കാർ ഇതുപോലെയുള്ള ഒരു സ്ക്രീനിങ്സ് പീരിയോഡിക്കായിട്ട് ചെയ്യണം നല്ലതായിരിക്കും. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അടുത്ത കാലത്തൊരു ആളുണ്ടായിരുന്നു, ഒരു ലേഡി. അവർക്ക് നേരത്തെ സ്ട്രോക്കിന് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ എക്സാക്ട്ലി അവർക്ക് റൈറ്റ് സൈഡിലായിരുന്നു ആദ്യം, ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇവർക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. നോക്കി പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ പ്രശ്നം ഓഡിറ്ററി, നമ്മൾ ആ ചെവിയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുന്ന ഭാഗത്താണ് സ്ട്രോക്ക് വന്നേക്കണത്. മറ്റേ വശത്തും തലേ കൊല്ലം ആ സൈഡിൽ തന്നെയാണ് വന്നത്. ബാക്കി എല്ലാ റിസ്ക് ഫാക്ടേഴ്സും നമ്മൾ നോക്കി, എല്ലാം കൺട്രോൾഡാണ്. ഇത്തവണ നമ്മൾ എക്കോ നോക്കിക്കഴിഞ്ഞപ്പോൾ ഭിത്തിക്കൊരു ദ്വാരമുണ്ട്, ഫൊറാമൻ ഓവൽ, അതായത് പേറ്റൻ PFO എന്ന് പറയും. PFO ഭയങ്കര അത്ര നല്ലൊരു ട്രാൻസിസോഫേജിയൽ എക്കോ ചെയ്തില്ലെങ്കിൽ PFO കിട്ടില്ല. പ്രായമായ ആൾക്കാരിലാണ് അടുത്ത കാലത്ത് നമ്മൾ കണ്ടത്. അപ്പോൾ സ്ട്രോക്കിൻ്റെ ഒരു കാരണമാണ് PFO. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ചും നമ്മൾ ബാക്കി എല്ലാ കാരണങ്ങളും എക്സ്ക്ലൂഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെയുള്ള റെയർ കാരണങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും. ഈ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് HSCRP, അപ്പോലിപ്പോ പ്രോട്ടീൻ ഒക്കെ നോക്കുന്നില്ല, അങ്ങനെ ഒരു മാർക്കർ നമുക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു മാർക്കർ വന്നിട്ടില്ല. പക്ഷേ നമുക്കെപ്പോഴും വാസ്കുലർ സ്റ്റഡിയാണ് നമ്മൾ കൂടുതലും ഇത് ചെയ്യുക. ഒരു ഏജ് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യണമെന്നുണ്ടോ? അല്ല, അങ്ങനെ നിർബന്ധമില്ല. അതായത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉണ്ടെങ്കിലും ബ്രെയിനിലും ബ്ലോക്ക് ഉണ്ടെന്നുള്ളതാണ് കണക്ക്. ഒരു ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തി, ഒരു ഹാർട്ടിന് പ്രശ്നമുണ്ടെങ്കിൽ ബ്രെയിനിലും ഉണ്ട്, ഞരമ്പിലും ഉണ്ട്, കണ്ണിലും ഉണ്ട്, കിഡ്നിയിലും ഉണ്ട്. അതിൻ്റെ എക്സ്പ്രഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അവിടെയുള്ള ഒരാളെപ്പോഴും ഹൈ റിസ്ക് ആൾക്കാർ ആണ് സ്ക്രീനിങ്ങിന് പോകേണ്ടത്.
അല്ലാതെ എല്ലാവർക്കും നമുക്കൊരു 50 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നതിനും പുകവലി ഒരു വലിയ കാരണമാണ്. അതെ അതെ. പിന്നെ കോവിഡ് ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. പലർക്കും സ്ട്രോക്കിന് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് നമ്മുടെ ഇപ്പോൾ, അതായത് പോസ്റ്റ് കോവിഡ് നമുക്കിങ്ങനെ ഇതുവരെ കാണാത്ത ചില ഇൻഫെക്ഷൻസ് നമ്മളിങ്ങനെ സ്ട്രോക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാസ്കുലൈറ്റിസ് ഒരു ഉണ്ടാക്കി. ഇച്ചിരി ഒരു സ്ട്രോക്കിന്റെ ഇൻസിഡൻസ് ഒന്ന് കൂടിയിട്ടുണ്ട് ഇൻസിഡൻസ് മാത്രമല്ല, പാറ്റേൺ വ്യത്യാസം വന്നു. വ്യത്യാസം. അതായത് നമ്മൾ ഈ മേജർ വെസലിൽ ഇപ്പോൾ ഇൻറ്റേർണൽ കരോട്ടിഡിൽ വരാതെ നമ്മൾ ചെറിയ വെസലുകൾ. മീഡിയം മിഡിൽ സെറിബ്രൽ ആർട്ടറിയൊക്കെ മാത്രം ഇൻവോൾവ് ചെയ്യണ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട് അടുത്ത കാലത്ത്. ഈ സ്ട്രോക്ക് ട്രീറ്റ് ചെയ്യുന്നതിലെ ഒരു ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരിക്കും? അല്ല, ചലഞ്ചിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് നമ്മളെ ഡിസിഷൻ ടു ത്രോംബിളൈസ്, പിന്നെ ആ ഫെൻസിറ്ററാണ്, പിന്നെ 4.5 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സമയത്ത് വരുമ്പോഴും നമുക്ക് നല്ലൊരു റേഡിയോളജി ടീം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അല്ലാതെ നമുക്കത് പെട്ടെന്ന് തന്നെയല്ല, അവൈലബിലിറ്റി വേണം. ഇപ്പോൾ MRI, ഒരു സ്ട്രോക്കിൻ്റെ MRI വന്നു, അപ്പോൾ MRI ഇനി ഉച്ചയ്ക്ക് വൈകുന്നേരം നമുക്ക് അവൈലബിൾ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ അത്രയും നമുക്കൊരു ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ പറഞ്ഞ് നമുക്ക് അത് ഏറ്റവും നല്ലതായിട്ട് വ്യായാമമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾ റെഗുലറായിട്ടുള്ള എക്സസൈസ്, അതിപ്പോൾ ഹാർട്ടിനും സ്ട്രോക്കിനും മാനസികമായിട്ടുള്ള ഉല്ലാസത്തിനും ഫിസിക്കൽ ഫിറ്റ്നസ്സിനും എല്ലാം വ്യായാമം അത്യാവശ്യമാണ്. ഏത് പ്രായം വ്യായാമമാണ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുക? അത് കാർഡിയോ ആണ് മെയിനായിട്ട് നമ്മൾ പറയാം. അതായത് ബേസിക്കലി ഇതിനെല്ലാം നമ്മൾ ചെയ്യുന്ന കാർഡിയോ എക്സസൈസസ് ആണ്. അത് നടപ്പാവാം, ഓട്ടമാവാം, ട്രെഡ്മില്ലാവാം, എലിപ്റ്റിക്കലാവാം, എന്തായാലും കുഴപ്പമില്ല. പക്ഷേ കാർഡിയോ വേണം. കാർഡിയോ മസ്റ്റാണ്. ഈ സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയണത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആവശ്യമാണ്. കാരണം മസിൽസിൻ്റെ ക്വാണ്ടിറ്റി കുറയും, പ്രശ്നം കുറയും. പക്ഷേ അല്ലാത്ത പക്ഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാർഡിയോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് എപ്പോഴും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് പോകണം. എപ്പോഴും ബ്ലഡ് വെസൽസിനും നമുക്ക് ആ കാര്യങ്ങൾക്കും പമ്പിങ്ങിനും എല്ലാത്തിനും നല്ലത് കാർഡിയോ ആണ്. ഈ മറ്റേത് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ 20 മിനിറ്റ് കാർഡിയോ പറയുന്നുണ്ടല്ലോ. അതെ, ഉണ്ട് ഡെഫിനറ്റ്ലി. ഈ 20 മിനിറ്റ്സ് കാർഡിയോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ആ കാർഡിയോ എക്സസൈസസ് ഇപ്പോൾ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാർഡിയോ ആയാലും കുഴപ്പമില്ല. റെസിസ്റ്റൻസ് ഒരു മിനിമം റെസിസ്റ്റൻസ് ട്രെയിനിങ്ങേ ഉള്ളൂ. പിന്നെ മറ്റേതിന് നമുക്ക് ചെയ്യണം എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഒരു നല്ലൊരു ഇതിനുള്ള ആൾക്കാർ ബോഡി ബിൽഡിങ് ചെയ്യുന്നതിനൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ഏതായാലും കാർഡിയോ മിനിമം വേണം. കാരണം ഈ നമ്മളെപ്പോഴും കാണുന്നത്, ഇപ്പോൾ നമ്മളെപ്പോഴും ജിമ്മിൽ ചെയ്യുമ്പോൾ ജനുവരി 1 തീയതി കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര തള്ളിക്കയറ്റം ഉണ്ടാവും. അതൊരു 15 ദിവസം, ഒരു മാസം കഴിയുമ്പോഴത്തേക്കും പോകും. ജനുവരി 30 പലപ്പോഴും ട്രെയിനേഴ്സ് പറയേണ്ട കുഴപ്പമുണ്ട്, ഡോക്ടറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചോദിക്കണേ, എനിക്ക് എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യണത്. അതായത് ഇപ്പോൾ ഓണമാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിസ്മസ്, ഓണം ഇതുപോലെയുള്ള സമയത്ത് ഓഫീസസിലും എല്ലാം ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഓരോ പരിപാടികളുണ്ട്. അപ്പോൾ ആ സമയത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്കും ജിമ്മിൽ ഭയങ്കര തിരക്കാണ്. ഒരു ഡേ ടു ഡേ അഫെയറാണ്. ആഴ്ചയിൽ 4 ദിവസമെങ്കിലും നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കണം. ബാക്കി ദിവസങ്ങളിൽ കുഴപ്പമില്ല, 5 ദിവസം ചെയ്താൽ ഏറ്റവും നല്ലത്. 7 ദിവസം പറ്റിക്കഴിഞ്ഞാൽ അതിലും നല്ല. പക്ഷേ ഒരു മിനിമം 5 ഡേയ്സ് എങ്കിലും നമ്മൾ ചെയ്തിരിക്കണമെന്നുള്ളതാണ് നിയമം. ഏറ്റവും നല്ല അതാണ്. പിന്നെ രണ്ടാമത്തെ കാരണം ഓഫ് കോഴ്സ് നമ്മുടെ ശീലങ്ങൾ. പിന്നെ ഈ ഇപ്പോഴത്തെ ഈ നമ്മുടെ ഡ്രഗ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതെല്ലാം ഒരു വാസ്കുലൈറ്റിസ് എല്ലാം തരം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ സ്ട്രോക്ക് ഉണ്ടാവും ഭാവിയിൽ തന്നെയല്ല, ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടാവാം. ഇത് രക്തക്കുഴലുകളിൽ നീരുണ്ടാക്കും. വാസ്കുലൈറ്റിസിൻ്റെ പ്രധാന കാരണം ഇൻട്രാവീനസ് അബ്യൂസ്, പ്രധാനമായിട്ടും കുത്തണ ആൾക്കാർക്കാണ് കൂടുതൽ വരിക. മറ്റേതെല്ലാം തന്നെ നമുക്ക് ഇത്തരം സബ്സ്റ്റൻസ് എല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അതൊരു കാരണമാണ്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. ഡോക്ടർ വളരെ വിശദമായിട്ട് തന്നെ സ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞു, വളരെ രസകരമായിട്ട് പറഞ്ഞു. ഡോക്ടർ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു. താങ്ക് യു ഫോർ ബീങ് വിത്ത് അസ്. സൈനിങ് ഓഫ് ഫ്രം ചാറ്റ് തെറപ്പി. ബൈ.